ഈ മൃതദേഹങ്ങൾ ഇന്ന് ലഭിച്ചതെല്ലാം ഈ ചാലിയാറിൽ നിന്നാണ്. അപ്പം ഈ പറയുന്ന ദുരന്ത മേഖല വിട്ട് 40 കിലോമീറ്റർ താഴെയുള്ള ആ പുഴയിലേക്ക് ഇതുപോലെ മൃതശരീരങ്ങളും അവശിഷ്ടങ്ങളും ഒക്കെ വരുന്നുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് ഇപ്പോൾ അധികൃതർ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അതുകൊണ്ട് തന്നെ ഇന്ന് മാത്രം 16 മൃതദേഹം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ 205 മൃതദേഹം ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യാപ്തി എത്രയാണ് എന്നത് നമുക്ക് മനസ്സിലാകും. ഈ പുഴയിൽ രൂപപ്പെട്ട മൺതിട്ടകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ശരീരഭാഗം ലഭിച്ചിട്ടുള്ളത്. ചാലിയാറിൽ നാളെ തെരച്ചിൽ തുടരും. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, ചാലിയാർ തന്നെയാകും നാളത്തെ ശ്രദ്ധാകേന്ദ്രം. കാരണം അവിടെ വ്യാപകമായ തെരച്ചിൽ നടത്തേണ്ടതുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. അവിടെ തൊട്ടടുത്തുള്ള വനമേഖല കേന്ദ്രീകരിച്ച് കൂടാതെ പുഴയിൽ വ്യാപകമായ തെരച്ചിൽ. എങ്ങനെയാകും നാളത്തെ ദൗത്യം? അനുജ, നാളെ രാവിലെ കൃത്യം 7 മണിക്ക് തന്നെ തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ദൗത്യ സംഘത്തിന്റെ തീരുമാനം എന്നുള്ളതാണ്. രാവിലെയോടുകൂടി തന്നെ മുണ്ടേരിയിൽ രക്ഷാപ്രവർത്തകരും ഒപ്പം തന്നെ എല്ലാവരും എത്തിച്ചേരും. തുടർന്ന് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ ഈ രക്ഷാപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകും. അതിനുശേഷം വിവിധ ടീമുകളായി തിരിച്ചുകൊണ്ട് ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിലെ തീരങ്ങളിലേക്ക് തെരച്ചിലിനായി പോകും. അതോടൊപ്പം തന്നെ ഉൾവനത്തിലേക്കും വിവിധ സംഘങ്ങളായി കൊണ്ട് തെരച്ചിലിനായി പോകും എന്നുള്ളതാണ്. ഈ സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം വനം വകുപ്പും ഒപ്പം തന്നെ പോലീസിന്റെയും സേനകൾ ഇവർക്കൊപ്പം കൂടെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ കൂടുതൽ ഈ വനം കടന്നു പോകാനുള്ള ടാലൻ്റുള്ള കൂടുതൽ സന്നദ്ധ പ്രവർത്തകരെ ആയിരിക്കും പോലീസ് ഒപ്പം പറഞ്ഞേക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർ ചാലിയാറിൻ്റെ മറ്റു തീരങ്ങളിലായിരിക്കും പ്രധാനമായും തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും ഹെലികോപ്റ്ററുകളുടെ നിരീക്ഷണവും പരിശോധനയും നാളെയും നടക്കും. ഒപ്പം ഡ്രോണും ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ ഒരു മാസ് തിരച്ചിലാണ് നാളെ ചാലിയാർ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നാളെ ഞായറാഴ്ച അവധി ദിനം കൂടി ആയ സാഹചര്യത്തിൽ കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ ഈ ഭാഗത്തേക്ക് എത്തുമെന്നുള്ളതാണ് നിലവിൽ രക്ഷാപ്രവർത്തകരുടെ അല്ലെങ്കിൽ ദൗത്യ സംഘത്തിന്റെ ഒരു കണക്കുകൂട്ടൽ. ഇവരെ എല്ലാം തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള തിരച്ചിലായിരിക്കും നാളെ നടക്കുക എന്നുള്ളതാണ്. ഇന്ന് പ്രധാനമായും രാവിലെ മുണ്ടേരി ഇരുട്ടുകുത്തി ഭാഗത്തു നിന്നാണ് തിരച്ചിൽ ആരംഭിച്ചത്. പിന്നീട് അത് നീർപ്പുഴ മുക്കം ഭാഗത്ത് കേന്ദ്രീകരിച്ചു. അങ്ങനെ ആദ്യം ഒരു ഭാഗത്ത് വിപുലമായ ഒരു തിരച്ചിൽ നടക്കുന്നു. അടുത്ത മണിക്കൂറിൽ മറ്റൊരിടത്തേക്ക് ഒരു ഊർജിതമായ തിരച്ചിൽ നടക്കുന്നു. അങ്ങനെ ഒരു രീതിയാണ് ഇന്ന് നടന്നതെങ്കിൽ നാളെയും സമാനമായ രീതിയിൽ കൂടുതൽ ആളുകളെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടും കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലുമായിരിക്കും നടക്കുക എന്നുള്ളതാണ്. ഇന്ന് മാത്രം ചാലിയാർ പുഴയുടെ വിവിധ ഇടങ്ങളിൽ നിന്നായി 16 ശരീരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ശരീരഭാഗങ്ങളും പൂർണ്ണമായിട്ടുള്ള മൃതദേഹങ്ങളും ഉൾപ്പെടെയുള്ള 16 എണ്ണമാണ് ലഭിച്ചത്. ആകെ ഈ അപകടം നടന്ന് ഇന്നേ വരെ 205 ശരീരങ്ങൾ ചാലിയാർ പുഴയിൽ നിന്ന് ലഭിച്ചു എന്ന് പറയുമ്പോൾ ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചാലിയാർ പുഴയിൽ നിലവിൽ ശക്തമായ ഒഴുക്ക് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഈ തിരച്ചിലിന് അതൊരു പ്രതിസന്ധിയാണെങ്കിലും രക്ഷാപ്രവർത്തകർ ഇതൊന്നും വകവെക്കാതെ പരിചയസമ്പന്നരായിട്ടുള്ള പ്രത്യേകിച്ച് പ്രാദേശികമായിട്ട് പുഴയെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ആളുകൾ ഇവിടങ്ങളെല്ലാം തന്നെ സാഹസികമായി തന്നെ തെരച്ചിൽ നടത്തുന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ചാലിയാർ പുഴയിൽ ഈ വെള്ളം അത്യാവശ്യം കുറഞ്ഞ ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് പലയിടങ്ങളിലും ഈ മണൽത്തിട്ട രൂപപ്പെട്ട് വന്നതെല്ലാം തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഈ മണൽത്തിട്ടയിൽ നല്ലൊരു തിരച്ചിലോ അല്ലെങ്കിൽ നല്ലൊരു സംശയകരമായി എന്തെങ്കിലും കാണുമ്പോൾ അവ നീക്കം ചെയ്ത് തിരച്ചിൽ നടത്തുമ്പോഴാണ് ഈ കൂടുതൽ ശരീരഭാഗങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ രക്ഷാപ്രവർത്തകർ നമ്മളുമായി വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ റെഗുലേറ്റർ കം ബ്രിഡ്ജും ഒപ്പം തന്നെ മറ്റുള്ള പാലങ്ങൾക്കടിയിലും വലിയ അളവിൽ ഈ മരങ്ങളും ഒപ്പം തന്നെ കല്ലുകളും അടിഞ്ഞു കൂടിയ ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് നീക്കം ചെയ്തിരുന്നെങ്കിൽ പോലും പൂർണ്ണമായി നീക്കം ചെയ്യാനായിട്ടില്ല എന്നുള്ളതാണ്. ഈ വെള്ളം കൂടുതൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ കുറയുന്ന സമയത്ത് അതിനനുസരിച്ച് ഇപ്പോൾ അത് നീക്കം ചെയ്യുന്നുണ്ട്. അതിനിടയിൽ നിന്നും ശരീരങ്ങളും ശരീരഭാഗങ്ങളും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തകരും പോലീസും എല്ലാം തന്നെ നിലവിൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരമാണ് നിലവിൽ ഈ രക്ഷാപ്രവർത്തനത്തിനുമായി ബന്ധപ്പെട്ട അവലോകന യോഗം ചാലിയാർ പോത്തുകൽ പഞ്ചായത്ത് ഓഫീസിൽ ചേർന്നത്. ഈ യോഗത്തിലാണ് നാളെ ഏത് രീതിയിൽ തിരച്ചിൽ നടത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. നാളെ വലിയൊരു തിരച്ചിൽ നടത്തുകയും മറ്റ് തിങ്കളാഴ്ചയോട് കൂടി ഈ തിരച്ചിൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ള അല്ലെങ്കിൽ തിങ്കളാഴ്ചയോട് കൂടി മുഴുവൻ അരിച്ചു പെറുക്കി തീർക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിലവിൽ ജില്ലാ ഭരണകൂടമുള്ളത്. നിലവിൽ തിങ്കളാഴ്ച തിരച്ചിൽ അവസാനിപ്പിക്കുക എന്നുള്ള നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ നാളത്തെ ഒരു മാസ് തിരച്ചിലിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ജില്ലാ പോലീസ് മേധാവി മന്ത്രിയും അടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ അവസാനത്തെ മൃതശരീരവും കണ്ടെത്തിയതിനു ശേഷം മാത്രമായിരിക്കും തിരച്ചിൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതിനിടെ ഇന്ന് 3 സന്നദ്ധ പ്രവർത്തകർ നിലമ്പൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം പോയി അവർ വനത്തിൽ ഉൾപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഒരു ഘട്ടത്തിൽ കൂടി പോലീസ് കൃത്യമായ നിർദ്ദേശങ്ങൾ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും സന്നദ്ധ പ്രവർത്തകർ ഒറ്റക്കോ അല്ലെങ്കിൽ പോലീസിനെയോ വനംവകുപ്പിനെയോ അറിയിക്കാതെയോ ഒരിക്കലും തന്നെ വനത്തിലേക്കും മറ്റിടങ്ങളിലേക്കും തെരച്ചിലിനായി പോകരുത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നേരത്തെ നൽകിയിട്ടുള്ളതാണ്, പക്ഷേ അത് കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ് നിലവിൽ പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും സംശയകരമായി സന്നദ്ധ പ്രവർത്തകർ
കണ്ടെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ പോലീസിനെ അത് കൃത്യമായി തന്നെ അറിയിക്കുക. പോലീസും സംഘത്തോടൊപ്പം ചേർന്നുകൊണ്ട് മൃതദേഹമോ അല്ലെങ്കിൽ എന്ത് ശരീരഭാഗമോ സംശയാസ്പദമായി എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ ഉണ്ട് എന്ന് കേൾക്കുകയാണെങ്കിൽ ഏതറ്റം വരെയും ഈ പോലീസും സേനയും സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം പോകുമെന്നുള്ളതാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നുള്ള ഒരു അറിയിപ്പ് പോലീസ് നിലവിൽ നൽകുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം മുണ്ടേരിയിൽ സ്വദേശികളായ 2 പേരും ഒരു കൊണ്ടോട്ടി സ്വദേശിയും അടങ്ങുന്ന 3 പേരടങ്ങുന്ന സംഘം ഇന്നലെ ഉച്ചക്കാണ് നിലവിൽ ചാലിയാറിലേക്ക് പോവുകയും അവർ കുടുങ്ങുകയും ഇന്ന് രാവിലെ ഇന്ന് വയനാട്ടിൽ അവരെ രക്ഷപ്പെടുത്തി എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്.